ഉണ്ടാവുന്നുണ്ട് അയച്ചു പോനെ പറയെന്താ എന്നാ നീച്ചിരുന്ന ഡ്രസ്സ് കാണിട്ട് എവിടക്ക പോണേ സുന്നത്ത് കല്യാണ രാവിലെ തന്നെ ആസ്പത്രി പോകാൻ നിൽക്കണം അല്ലേ ഇവര് മദ്രസയിൽ പറഞ്ഞയച്ചിട്ട് ഇന്ന് ഓട്ടാണ് മദ്രസയിൽ അല്ലേ കുറച്ച് കഴിയുമ്പത്തിനെത്തും പെട്ടെന്ന് വരും അവിടുത്തെ കഴിയണമാതിരി അല്ലേ. ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ മോൻ്റെ ഇന്ന് സുന്നത്ത് കല്യാണമാണ് കേട്ടോ. നമ്മളിതിന് മുമ്പ് പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ അവിടെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 5-8 മാസമായി ഉണ്ടാവും. അപ്പോൾ അവരന്ന് പറഞ്ഞ് കുട്ടിക്ക് ഹൃദയത്തിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ മയക്കി ചെയ്യണം, 15,000 റുപ്യയുടെ അടുത്ത് വരും എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ തിരിച്ച് പോകുന്നതായിരുന്നു. പിന്നെ ഇപ്പോൾ ഇന്നാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ സ്കൂൾ ചേർക്കാനായി, ഇനിയിപ്പോൾ അടുത്ത കൊല്ലം മദ്രസൊക്കെ ആക്കണം. അപ്പോൾ ഇനിയും നേരം വൈകിക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ തീരുമാനിച്ചത് തന്നെ. അപ്പോൾ തങ്ങൾ അവിടെ പുലാമന്തോള് ഡോക്ടറുണ്ട്, അവിടേക്കാണ് കേട്ടോ കൊണ്ടുപോകണത്. അപ്പോൾ ഞാനും കുട്ടിയുടെ ഒപ്പം കൂടിയിട്ടാണ് കേട്ടോ പോണത്. ഇപ്പം ഉമ്മാക്കും വരാൻ പറ്റിയില്ല, കുട്ടികളെ ചെറിയ മക്കളെ നോക്കാനുള്ള കാരണം മറ്റൊരു മദ്രസയ്ക്കും പോയി. അപ്പോൾ ഓന് ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ നീച്ച് അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത്, അപ്പം അമ്മ അവിടെ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ നീച്ചിട്ട്. അപ്പോൾ അതൊക്കെ മോനക്ക് കോരി കൊടുത്ത്, ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓനക്ക് വേഗം ഒരു കഷ്ണം പുട്ട് വാരി കൊടുത്തിട്ടാണ് നമ്മൾ നേരത്തെ പോണത്. മക്കൾ മദ്രസയ്ക്ക് 7:10 മക്കൾ മദ്രസയ്ക്ക് പോയി. ഞങ്ങളപ്പം തന്നെ ഇറങ്ങുകയും ചെയ്തിട്ടോ. അപ്പോൾ അതാ മക്കൾ പോകാൻ വേണ്ടി നിൽക്കുക. മറ്റോൾ വേഗം മുന്നിൽ പോയിക്കണ്. ഓനക്ക് ഉമ്മൊക്കെ കൊടുത്തിട്ടാണ് പോയത്. ഓനോട് കരയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് കുട്ടീനെ നോക്കുക എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. എന്തൊക്കെ നമ്മൾ കൊടുക്കേണ്ടി ഭക്ഷണമൊക്കെ പറയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ അത് അവൻ പുതിയ വാച്ച് കൊണ്ടുള്ള പോറാട്ടലാണ്. ഇപ്പോൾ ഇത് അവൻ്റെ EMS ഹോസ്പിറ്റലിലത്തെ ചികിത്സയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 6 മാസം മുതൽ അവിടെ തന്നെ ആയിരുന്നു കേട്ടോ. തുടർച്ചയായിട്ട് അവൻ അഡ്മിറ്റും കാര്യങ്ങളും വന്നപ്പോഴൊക്കെ അവിടെ തന്നെ ആയിരുന്നു. EMSൽ രാംദാസ് ഡോക്ടറിനെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഇവിടുത്തെ സുന്നത്ത് കഴിക്കുന്ന ഡോക്ടറെ കാണിക്കാനും വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. അത് ഈ സ്കൂട്ടിമേലാണ് പോണത്. കാക്കന്മാർ അവനക്ക് എന്തായാലും തിന്നാൻ മേടിക്കാം. വരുമ്പോൾ കയറാം. ചെറിയോളം എടുക്കാനേ പോരാട്ടോ തന്നെയാ. ചായ ഇപ്പോൾ നമ്മളവിടെ നേരത്തെ എത്തിയ കാരണം തന്നെ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർമാരൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് ഞങ്ങൾ എന്തായാലും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓനക്ക് കുറച്ചും കൂടി വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓനക്കൊന്നും വേണ്ടാന്നിട്ട് പറഞ്ഞു, ഒന്നും കുടിച്ചില്ല. പൊട്ട് ദോശം തൊള്ളേക്ക് വെച്ച് അത്ര തന്നെ. ഞങ്ങൾ രണ്ടാളും ദോശ കഴിച്ചിട്ടോ. എന്നിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഇതാ ഹോസ്പിറ്റലിൽ എത്തി. നല്ല പേടിയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം
ഓനെ കരയോന്നൊക്കെ വിചാരിച്ചിട്ടേ പിന്നെ ഞങ്ങൾ കവറിൽ ഓനക്കൊരു തുണി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ തുണി ഇട്ട് കൊടുക്കാനൊക്കെ ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുണിയൊക്കെ ഇട്ടെടുത്ത് ഒരു തോർത്തുമുണ്ടും കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ആരും ഇല്ല കേട്ടോ, ഡോക്ടറൊന്നും വന്നിട്ടില്ല. കുറച്ച് നേരം ഇരുന്നിട്ടാണ് ഡോക്ടറൊക്കെ വന്നത്. ഐസോൻ്റെ അതേ രോഗം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഹൃദയ സംബന്ധമായ രോഗം. രക്ഷിതാക്കൾ ഉടനെ അറിയിക്കണമെന്ന്. പിന്നെ അവിടെ തിരക്കായിട്ടാകും, കുറേ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാ നമ്മള് വന്നിക്കണേ? ഇതൊക്കെ കരഞ്ഞിട്ട് ഡോക്ടർമാരൊക്കെ കാണും ഇങ്ങനെ കരയുന്നത്. അറിയാൻ പാടില്ല കേട്ടോ. ഹലോ. പിന്നെ അവന് കരച്ചിലായി. ഇപ്പോൾ കഴിഞ്ഞിട്ടോ ഞങ്ങൾ പിന്നെ സ്കൂട്ടിമ്മ പോകാൻ നോക്കി നോക്കുമ്പോൾ ഞങ്ങൾക്ക് പറ്റണില്ല. അപ്പോൾ ഞങ്ങൾ വണ്ടി വിളിച്ചിട്ടോ. കരയായിരുന്നു. ആദ്യം അവർ തരിപ്പിച്ച്, പിന്നെ കുറച്ച് നേരം അവിടെ ഇരിക്കാൻ പറഞ്ഞ്, പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ വിളിച്ചത്. എന്നിട്ട് ഒരു 6 മിനിറ്റ് കൊണ്ട് തന്നെ കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവരപ്പം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞ് ഇപ്പം ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പോയിട്ട് വേണം അവനക്ക് തിന്നാനുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങി വെക്കാൻ പെരയിൽ. ഇപ്പം നമ്മൾ മക്കൾ മദ്രസ വിട്ട് വന്നിട്ടുണ്ടാവും. 9:15 9:30 നമ്മൾ പെരയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മക്കളത് അവിടെ കളിക്കുന്നുണ്ട്. സൈക്കിൾ എടുത്തിട്ട് അവർ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊറേ അത് മക്കളുടെ പാടപ്പാണ് കേട്ടോ. അപ്പപ്പയാണ്. അപ്പ കുട്ടീനെ കാണണം കേട്ടോ. വാച്ചിൻ്റെ സ്റ്റിക്കർ. എന്ത് വാച്ചോ? ഞാൻ എവിടേക്കും പോകാൻ പറ്റില്ല, ഞാൻ റെസ്റ്റ് എടുത്തോട്ടാ. പിന്നെ നമ്മൾ കുട്ടീനെ അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് നമ്മൾ വേഗം കടയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫേമസ് ബേക്കറിയാണ്. അവിടെ അണ്ടിപ്പരിപ്പും കറുത്തമുന്തിരി, ഈത്തപ്പഴം, ബദാം, ഹോർലിക്സ്, ബൂസ്റ്റൊക്കെ വാങ്ങാനും വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ കടയിൽ നിന്ന് വാങ്ങി. പിന്നെ പുറത്തുനിന്ന് ഫ്രൂട്ട്സ് വാങ്ങി, പഴം, കോഴിമുട്ട അങ്ങനെയുള്ളതൊക്കെ വാങ്ങിയിട്ടോ. അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അമ്മ കുട്ടീനെ അങ്ങനെയൊക്കെ നോക്കണ്ടീന്നൊക്കെ. അപ്പോൾ ഡോക്ടർ പിറ്റന്നാൾ തന്നെ കുളിപ്പിച്ചോളാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മാതിരിയൊക്കെ ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ഇന്നത്തെ നമ്മൾ കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അസ്സലാമു അലൈക്കും.